ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒരു വിഷു സ്പെഷ്യൽ ഐറ്റമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഈ റെസിപ്പി ഞാൻ ഊർമിള ഉണ്ണിയുടെ ഒരു ഇൻ്റർവ്യൂവിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഞാൻ അതവിടെ സേവ് ചെയ്ത് വെച്ചു. എന്താണെങ്കിലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചൊരു ഐറ്റമാണ്. സോ ഗൈസ്, നമ്മളെ വീട്ടിലുണ്ടായ മാങ്ങ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊലിന് മാത്രമേ ഒരു കറുപ്പ് കുത്തുള്ളൂ. അത് കുഴപ്പമില്ല, ഉള്ളിൽ നല്ല ഉഗ്രൻ സാധനമാണ്. സോ ഞാനത് നന്നായിട്ട് തൊലിയെല്ലാം കളഞ്ഞ് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഈ കറുപ്പ് കുത്ത് കാണുമ്പോൾ ചിലരൊക്കെ അത് വലിച്ചെറിയും, പക്ഷെ ഉള്ളിലൊരു കുഴപ്പമില്ല, കണ്ടില്ലേ? ഇറ്റ്സ് ഓക്കെ. അങ്ങനെ ഞാനിതൊരു ചട്ടിയിലേക്ക് ഇടുകയാണ് കേട്ടോ. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വേവിക്കണം. അപ്പോൾ നമ്മളിത് കണ്ടിട്ടുണ്ടായിരുന്നത് ഒരു ഇൻ്റർവ്യൂവിൽ കണ്ടെന്ന് പറഞ്ഞില്ല. കണ്ടപ്പോൾ തന്നെ നമുക്ക് വയൽ കപ്പൽ ഒടിക്കാനുള്ള അത്രയും വെള്ളം ഉണ്ടായിരുന്നു. സോ ഞാനിത് വേഗം സ്റ്റവിലേക്ക് വെച്ചു, ചൂടാക്കാൻ തുടങ്ങി കേട്ടോ. ഇതിലേക്ക് ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് അങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു, ഉപ്പിൻ്റെ കാര്യമേ അതിനകത്ത് മെൻഷൻ ചെയ്യുന്നില്ല. സോ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം മാങ്ങയുടെ കറിയാണ് തോന്നുന്നു, സൈഡിലൊക്കെ വന്നിട്ട് ഒരു യെല്ലോ കളറായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ നന്നായിട്ട് ഈ മാങ്ങ ഉടഞ്ഞ് വെന്ത് വരണം. ഞാൻ സെയിം ടൈം തന്നെ ശർക്കരപ്പാനി ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു എന്താ പറയുക, മധുരം ഒരുപാട് കഴിക്കുന്ന ആളായതുകൊണ്ട് തന്നെ ഞാൻ 2 അച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതവിടെ മെൽറ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ മാങ്ങ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാങ്ങയിൽ ഒരു ലേശം വെള്ളം കൂടുതലുള്ളതുപോലെ തോന്നിയോണ്ടാണ് അത് തുറന്നിട്ടാണ് എന്നെ വേവിക്കുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ നമുക്കിത് അടച്ചിട്ട് ആവിയിൽ കിടന്ന് വെന്തോട്ടെ എന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെ നന്നായിട്ട് ഇങ്ങനെ സെറ്റായി വരുന്നുണ്ട്. ആ മാങ്ങയൊക്കെ ഒന്ന് ഉടഞ്ഞിട്ടോ. അതിലേക്ക് ഞാൻ എൻ്റെ ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം ഞാനിങ്ങനെ ഒഴിക്കാൻ വേണ്ടി എടുത്തപ്പോൾ എനിക്ക് തരിപ്പ വേണോ ചോദിച്ചു. പിന്നെ വേണ്ടെന്നുള്ള രീതിയിൽ അങ്ങനെ തന്നെ ഒഴിച്ചതാണ്. അങ്ങനെ ശർക്കരപ്പാനി അതിലേക്ക് നന്നായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ ഇതിവിടെ ഇങ്ങനെ കിടന്നിട്ടൊന്ന് സെറ്റായി വരാനുണ്ട്. നമ്മളിത് ഉണ്ടാക്കി നോക്കുമ്പോഴാണ് അത് നമുക്ക് അറിയുന്നത്, അവർ പറയുന്നതിൻ്റെ ആ ഒരു ഗൗരവം എന്താണെന്നുള്ളത്. സോ ഞാൻ അവിടെ ഇട്ടതിനെ ഇളക്കി പരുവാക്കി എടുക്കുക. അതായത് ഇത്രയും വെള്ളം അതിലേക്ക് ഇങ്ങനെ പിടിച്ച്, അതുപോലെ തന്നെ മധുരമൊക്കെ അതിലേക്ക് പിടിച്ച് സെറ്റാവണം. ഇപ്പം അത് പരുവായിട്ടോ, നല്ല പരുവായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മിൽമയുടെ നെയ്യാണ് ഒഴിക്കുന്നത്. ഒരുപാട് നെയ്യ് ഒഴിക്കുന്നില്ല കേട്ടോ, കുറച്ച് നെയ്യ് ഒഴിക്കുന്നുള്ളൂ. അതായത് നെയ്യ് ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് അതൊരു മണമൊക്കെ പെട്ടെന്ന് അറിയും. പിന്നെ ഞാൻ തേങ്ങ എടുത്തു. തേങ്ങയിലേക്ക് ഞാൻ കേട് മിൽമയുടെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് മഞ്ഞളും മുളകും. ഈ ഇൻ്റർവ്യൂ കണ്ട എല്ലാവർക്കും ഇത് കാണാപ്പാടായിട്ടുണ്ടാവും, അത്ര സിമ്പിളായിട്ടാണ് അവർ പറഞ്ഞു തരുന്നത്. അത് രണ്ടും ഇട്ടു. അതുപോലെ ഇത് എന്താ പറയുക, ജീരകം അല്ലെങ്കിൽ വേറെ ഐറ്റംസ് ഒന്നും വേണ്ടെന്ന് അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. അരച്ചിട്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തു ഗൈസ്. അപ്പോൾ ഇത് ചേർത്തപ്പോൾ എനിക്ക് എന്താ പറയുക, അതിൻ്റെ കളർ മാറിയത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി ആയിട്ടോ. അതായത് അത് രണ്ടും സെറ്റായിട്ട് ആ മാങ്ങയുടെ എസൻസൊക്കെ അങ്ങനെ വന്നിട്ട് നല്ല അടിപൊളി ലുക്കായിരുന്നു. പിന്നെ കുറച്ച് നെയ്യ് എടുത്തിട്ട് ഞാൻ പാനിലേക്ക് ഒഴിച്ചു. പടക്കം പൊട്ടുന്നുണ്ട് കേട്ടോ, നന്നായി പടക്കം പൊട്ടുന്നുണ്ട്. നെയ്യിൽ വാട്ടി അങ്ങനെ കടുകും ഉലുവയിട്ട് പൊട്ടിച്ചു. പിന്നെ കുറച്ച് മുളകിട്ട്, അതുപോലെ തന്നെ നമുക്ക് കരിവേപ്പില മസ്റ്റാണ് കേട്ടോ. ഇത്രയും ഉണ്ടെങ്കിൽ മാമ്പഴപ്പുളിശ്ശേരി റെഡി. സോ ഗൈസ്, അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ഉണ്ടാക്കുന്നത്, എടുത്ത് പറയേണ്ട കാര്യമാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ ഫസ്റ്റ് ടൈമാണ് അത് കഴിക്കുന്നത്. അവർ ഇൻ്റർവ്യൂവിൽ അവരിങ്ങനെ വെള്ളം ഇറക്കിങ്ങാണ്ട് ഇങ്ങനെ പറയുന്നത് കണ്ടപ്പോഴാണ് എനിക്കിത് കഴിക്കാൻ തോന്നിയത് കേട്ടോ. അങ്ങനെ ഞാൻ വറവിട്ടതൊക്കെ ഒന്ന് ഇളക്കി നന്നായി, എന്താ പറയുക, അവർ പറഞ്ഞ പോലെ തന്നെ നല്ല കുറുകി വന്നിട്ടുണ്ട്. ഞാൻ വെള്ളം തീരെ ഇതിനകത്ത്, അതായത് പിന്നെ അരവിലൊന്നും വെള്ളം ഒഴിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ മാമ്പഴപ്പുളിശ്ശേരി. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂടെ കൂടണേ. ബൈ.